ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് നോർത്ത് ലണ്ടനിൽ ടോട്ടനം മാർഷസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈക്ലിംഗ് ആണ്. സൈക്കിൾ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സൈക്കിള്. ഞാനപ്പോൾ ഇന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് എപ്പിംഗ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ദൂരം വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണ വഴിക്കുള്ളൊരു കാഴ്ചകളും എന്തൊക്കെയാണ് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും നമുക്ക് കാണാം. നമ്മുടെ സഞ്ചാരി എന്ന് പറഞ്ഞ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടായിരിക്കും ഇത് വരുന്നത്. ഇതിക്കുമ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു, അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്, കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് അവിടേക്ക് കാണിക്കുന്നുണ്ട്, ഡെസ്റ്റിനേഷനിലേക്ക്. എപ്പിംഗാം ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതാണ്. അവിടെ ഒരു പാർക്ക്, പിന്നെ അവിടെ ഒരു സൂ, അങ്ങനത്തെ ഇതൊക്കെയാണ്. സൂ നമ്മളിപ്പോൾ ഇന്ന് കയറാനായിട്ട് പ്ലാനില്ല. ജസ്റ്റ് അവിടെ വരെ ഒന്ന് സൈക്കിള് ചവിട്ടി നമുക്ക് ചെറിയൊരു പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും എല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്കങ്ങ് പോവാം. ഇത് പോകുന്ന വഴിയിലുള്ളൊരു കനാലാണിത്. ഇവിടെ പണ്ട് കാലത്ത് ഇവിടെ ഈ ചരക്കുകളും ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്തിരുന്ന കനാലാണിത്. ഇപ്പോൾ ഇവിടെ കൂടുതലും ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ റെസിഡൻഷ്യലായിട്ട്, അതായത് ആൾക്കാർ താമസിക്കാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ലണ്ടനിലൊരു വീടിൻ്റെ ഒരു ചിലവുകളും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്ക് ഇപ്പോൾ റെൻറ്റിന് നിൽക്കാനായാലും ഏകദേശം ഒരു വീട് മേടിച്ച് താമസിക്കാനുള്ളൊരു ഇതാണെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പം അങ്ങനെ ഇതുള്ള ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ബോട്ടിൻ്റെ അകത്ത് ലൈഫ് സ്പെൻഡ് ചെയ്ത് അങ്ങനെ ജീവിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ ബോട്ടുകളെടുത്ത് ആ ബോട്ടുകൾ വീടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് ഇവർ താമസിക്കുന്നത്. ഇങ്ങനെ ഈ റിവറല്ല ലേക്കിൻ്റെ ഈ ലേക്ക് ത്രൂ ഔട്ട് ഇതെനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് ടോട്ടനാമിൽ നിന്ന് തുടങ്ങി ലണ്ടൻ വരെയോ അങ്ങനെ എന്താണ് ഈ ഒരു തോടിൻ്റെ ഒരു നീളം വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ സ്ഥലത്തും ഇതേപോലെ ഇങ്ങനെ ആൾക്കാർ ബോട്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും. താങ്ക് യു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സൈഡിൽ കൂടെ കുറച്ച് ദൂരം വന്നായിരുന്നു. അപ്പോൾ കുറച്ചിട മാത്രമാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റോഡ് നല്ലൊരു ഇതായിട്ടുള്ളതുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങ് ചരലിട്ടേക്കുന്നൊരു വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ സൈക്കിളിന്
ആ റൂട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പഞ്ചർ ഇട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആ റോഡിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുള്ള റൂട്ടാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ ഇതിൻ്റെ ഈ ലേക്കിൻ്റെ സൈഡ് പിടിച്ച് തന്നെ അങ്ങ് ചെന്നിട്ട് റൈറ്റ് തിരിഞ്ഞുള്ളൊരു റൂട്ടും കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പോയപ്പോൾ ആ വഴി അങ്ങനെ അത്രയ്ക്ക് നല്ലതല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ഇന്ന് ഈ വഴി ചൂസ് ചെയ്തേക്കുന്നത് പോകാനായിട്ട്. ഇതും ഈ ഒരു കുറച്ചിടെ മാത്രമേ ഇങ്ങനെ ചെടികൾ വളർന്ന് നിൽക്കണുള്ളൂ. ഒറ്റ സെക്കൻഡ്, സൈക്കിളിൻ്റെ ബ്രേക്ക് ടച്ചായി കിടക്കാമെന്ന് തോന്നുന്നു. പണി കിട്ടുമോ എന്തെങ്കിലും? സൈക്കിൾ ഇത് കരേരയുടെ സബ്വേ എന്ന് പറഞ്ഞൊരു മോഡലാണ്. താങ്ക് യു. ഇതൊരു റോഡ് ബൈക്കും അല്ല, നമ്മുടെ ഒരു MTB അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. കുറച്ചുകൂടെ ഇങ്ങനെ ആൾക്കാർ ഈ ലേക്കിൽ തന്നെ മീൻ പിടിക്കണതാണ്. ഒരു 1 സെക്കൻഡ്, റൂട്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു റൂൾ അനുസരിച്ച് ഒട്ടുമിക്ക എല്ലാ കാര്യത്തിലും ലൈസൻസ് വേണം. അതായത് ഇപ്പോൾ നമുക്ക് ഫിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ലൈസൻസ് എടുക്കണം. അത് നമുക്ക് ഒരു ചൂണ്ട വെച്ച് ഫിഷ് ചെയ്യണതിന് ഒരു എമൗണ്ടും ഒരു ലൈസൻസുമാണ്. ഒന്നിൽ കൂടുതൽ 1, 2 കൂടുതലോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് സെപ്പറേറ്റ് ലൈസൻസ് വേറെ നമ്മൾ എടുക്കണം. ഇവിടെ പിന്നെ നമ്മളിങ്ങനെ സൈക്കിൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാട്ടിക്കോട്ടൊക്കെയുള്ളൊരു വഴികൾ കാണിക്കും. കാര്യം ചില സൈക്കിൾ പോണ റൂട്ടുകളായിരിക്കും, ചിലത് ഇങ്ങനെ റോഡ് ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാട്ടിക്കോട്ടൊരു വഴി പോലെ ആയിരിക്കും കാണിക്കുന്നത്. ഞാൻ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നത് ഹാർലോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നത്. അവിടെ നിന്ന് പോരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു കൺട്രി സൈഡ് പോലെയാണ് അവിടെ ഇങ്ങനെ റിട്ടേൺ പോകുന്നപ്പോൾ ഞാൻ ഇതുപോലെ സൈക്കിൾ റൂട്ട് ഇട്ടിട്ട് ഒരു പാടത്തിൻ്റെ നടുക്ക് കൂടെ വഴി കാണിച്ചത്. പിന്നെ ഞാൻ മെയിൻ റോഡ് തന്നെ എടുത്ത് ആ ഒരു റൂട്ട് തന്നെ പിടിച്ചങ്ങനെ പോകുന്നത്. സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ബ്രേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും ഇത് കഴിയുമ്പോഴേക്കും ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും. ഇനിയിപ്പോൾ ഒരു 8.5 കിലോമീറ്റർ നമുക്ക് കാണിക്കണേ. ഏകദേശം ഒരു അരമണിക്കൂർ ഡ്രൈവ് കാണിക്കുന്നുണ്ട്. ഈ ഏരിയ കുറച്ചുകൂടി നല്ല വീടുകളും അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയ എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന ഏരിയയിൽ വീടുകളായിട്ട് കുറവാണ്, കൂടുതൽ ഇങ്ങനെ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിട്ടാണ്.
വീടുകൾ ഇവിടെ ഏകദേശം മേടിക്കാനായിട്ട് ഈ ഒരു ഏരിയ ഒക്കെ മിക്കവാറൊരു 4 കോടിയുടെയും 3 കോടിയുടെ ഒക്കെ ഒരു വീടായിരിക്കും ഇത് കാണുന്നത്. നമുക്ക് ഈ റൂട്ട് മെയിൻ റൂട്ടിൽ കൂടെ മാറുന്നത്. ഞാൻ മാപ്പ് നോക്കിക്കോട്ടെ. കണ്ട ചില വീടുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഞാനിപ്പോൾ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ട്രാവൽ ബ്ലോഗായിട്ടാണ്. ഇവിടെ തന്നെ ഇങ്ങനെ സ്ഥലങ്ങൾ ഇപ്പോൾ 1-2 ദിവസത്തെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. കൂടുതലും 1 ഡേ ട്രിപ്പുകളായിരിക്കും മിക്കതും. സൈക്കിളിന് എനിക്ക് വേറൊരു സൈക്കിൾ കൂടിയുണ്ട്, ഒരു ഇലക്ട്രിക് സൈക്കിള് ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ അതിലും ഇതിലൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ. Sorry. പയ്യെ നമുക്ക് റോട്ടിൽ കൂടെ പോകാം. സൈക്കിൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. ഹോട്ട്സ്പോട്ട് ഓണാക്കി കൊടുത്താൽ ഇനി അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലും റൂട്ട് മാറി കയറി കഴിഞ്ഞാൽ പിന്നെ റീറൂട്ട് ചെയ്യാനായിട്ട് പിന്നെ ഓഫ്ലൈനാണെങ്കിൽ പിന്നെ പാടായിരിക്കും. ചെറിയൊരു ടൗണാണെന്ന് തോന്നുന്നു. ഏകദേശം നമ്മൾ ചിങ്ഫോർഡ് എത്തി.
അയ്യോ ഈ കയറ്റം ചവിട്ടി കയറണോ? വീഡിയോയിലിപ്പോൾ കിതയ്ക്കണ ഒരു ഇതൊക്കെ വരും. കാരണം ഞാൻ ഈ സൈക്കിള് ഞാൻ എടുത്തിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. ഞാൻ കൂടുതലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞത് ഇലക്ട്രിക് ബൈക്ക് മേടിച്ച പിന്നെ ഞാൻ കൂടുതലും ഇലക്ട്രിക് സൈക്കിളാണ് ഞാൻ കൂടുതലും ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വഴി ഇതെല്ലാവരും വഴി ഏതി കൂടെ കാണിക്കണേ റൂട്ട് ഇവിടെ അവസാനിക്കുകയാണോ? ഓ ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. സാധാരണ ഇങ്ങനെ വഴി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ കിട്ടണതാണ്. അപ്പോൾ മിക്ക റോഡുകളും തന്നെ കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഇത് പക്ഷെ അവിടെ എത്തുമ്പോൾ ഈ റോഡ് അവസാനിക്കാൻ തോന്നും. ഇതേതോ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ. പാർക്കണ സെമിത്തേരിയാണല്ലോ. ഇവിടെ പിന്നെ പള്ളികളോട് ചേർന്ന് സെമിത്തേരികൾ കാണുന്നത് കുറവായിരിക്കും. അതിങ്ങനെ പണ്ടത്തെ ഒരു ഇതൊക്കെ ആയിട്ടാണ് പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരികൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് ചർച്ചകൾക്ക് മാത്രമേ നമുക്കിവിടെ ഈ ലണ്ടനിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഔട്ടറിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു പാർക്ക് ഫുള്ള് ശ്മശാനമാണ്. ഒരു ശ്മശാനം മൂകതയാണല്ലോ. അയ്യോ അങ്ങ് ദൂരെ വരെയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കുള്ള വഴികൾക്ക് അവർ നെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. സ്തൂപൊക്കെ പോലെ വെച്ചിട്ടുണ്ടല്ലോ. നീതി കൂടെ പോണേ ആണോ? അതിൽ ഒരു കുറുക്കൻ ഓടി പോകണം. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് കുറുക്കൻ. നാട്ടിൽ പട്ടിയൊക്കെ ഓടിയിടുന്ന പോലെയാണ് ഇവിടെ കുറുക്കൻ ഓടിയിടുന്നത്. ഇങ്ങനെ ആരും ഉപദ്രവിച്ചൊക്കെ ആയിട്ടൊന്നും ന്യൂസുകൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ പോകുമ്പോഴായാലും സൈഡിൽ കൂടെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നടക്കുമ്പോൾ പട്ടി കാണുന്ന പോലെയാണ് ഇവിടെ കുറുക്കന്മാർ പോണത്. അയ്യോ ഇത്ര ഞാൻ ഇപ്പോഴേക്കും ആവശ്യമില്ല.
ഇവിടെയുള്ള ചില ആൾക്കാർക്ക് സൈക്കിൾ ഹോബിയാണ്. സൈക്കിൾ ഔട്ട് കിലോമീറ്ററോളം ചവിട്ടമാണ് ഇടയ്ക്കിങ്ങനെ ഈ ഹോളിഡേയ്സ് ഒക്കെ ഉള്ള ദിവസം. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ്. ഇത് ഓഗസ്റ്റ് 9 സാറ്റർഡേ ആണ്. അപ്പോൾ മിക്കവർക്കും ഇന്ന് അവധിയായിരിക്കും. ഇത് റെക്കോർഡാവുന്നുണ്ടോ? ഉണ്ട്. കാക്കനെയൊക്കെ ഇവിടെ വളരെ വിരളമായിട്ടാണ് കാണാറുള്ളൂ. എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്നൊരു റോഡ് ബൈക്കാണ്. അത് നമുക്ക് ചവിട്ടാൻ ഇത്തിരി കൂടി എളുപ്പമാണ്. എൻ്റെ ഉള്ളിൽ കൂടെ വഴിയാണെങ്കിൽ അതെ സൈക്കിളിനെന്ന് പറഞ്ഞാൽ എല്ലാ കാട്ടിൽ കൂടെ കയറ്റി കൊണ്ടുപോകണ്ടല്ലേ അവന്മാർ. സൈക്കിളിൻ്റെ ആ ഒരു സൗണ്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഫ്രണ്ടിൽ ബ്രേക്ക് പറയുന്നുണ്ടോ? അത് നമ്മൾ എന്നിട്ട് റെഡിയാക്കണം. വഴി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ഇടുങ്ങിയൊരു വഴി. ഒരപ്പാപ്പനമ്മ നടന്നുകൊണ്ട് താങ്ക് യു. വഴി മാറിപ്പോയോ? നീ കൂടുതൽ കട്ട് ചെയ്യാൻ പറ്റുമോ? ഈ റൂട്ടൊന്ന് കയറി നോക്കാം. ഈ ഇലക്ട്രിക് സൈക്കിൾ ചവിട്ടി അതിൻ്റെ ഒരു സുഖം പിടിച്ചു പോയി. അതാണ് നേരെ കയറുന്ന കൈ കൊടുത്താൽ മതി. പണ്ട് മറ്റേ റോഡ് ബൈക്ക് ആയിരുന്നപ്പോൾ
കുറച്ചുകൂടി കൂടുതൽ ചവിട്ടായിരുന്നു. അത് വർക്കിന് പോകണതൊക്കെ തന്നെ വൺ സൈഡ് 12 കിലോമീറ്ററൊക്കെ ഉണ്ടായി. അതിനാണ് കുറേ നാളൊക്കെ പോയി വന്നുകൊണ്ടിരുന്നായിരുന്നു. റൈറ്റ് അല്ല ലെഫ്റ്റ്, അങ്ങനെയല്ല ലെഫ്റ്റ്. നല്ല ഒച്ചപ്പാടുണ്ടല്ലോ, പണി കിട്ടോ? ഇനിയൊരു 16 മിനിറ്റാണ് ഇങ്ങനെ. ഇന്ന് അത്യാവശ്യം സണ്ണി വെതറാണ്. ഈ വീക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ചെറുതായിട്ടൊരു മഴയും കൂടുതലിങ്ങനെ ക്ലൗഡിയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ സണ്ണിയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ പുറത്തൊക്കെ ആയിരിക്കും. ഇവിടെ കൂടുതൽ മിനറായതുകൊണ്ട് ഇവിടെ സൂര്യനെ കാണുമ്പോൾ ആൾക്കാരെല്ലാവരും മിക്കവരും പുറത്തായിരിക്കും. ചെറുതായിട്ടൊന്ന് വഴി മാറി തോന്നുന്നു. പിന്നെ അറിയോ ചെറുതായിട്ട് മാറി, പക്ഷെ റീറൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിൽ കൂടെയോ? അയ്യോ, ഈ കാട്ടിക്കൂടെയാണോ പോകാനുള്ളത്? എന്തായാലും ഇറങ്ങാം. നമുക്ക് ഡി ജെയുടെ ഒരു സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം.
പോയി വല്ല സിംഹത്തിൻ്റെ മടയിൽ നിന്ന് കയറി കിടക്കുമോ? മറ്റേ വീഡിയോയിലൊക്കെ വന്നൊഴി ഓർക്കരുത് വന്നൊഴി ഓർക്കരുത് എന്ന് പറഞ്ഞാൽ വന്നൊഴി മറന്നുപോയി. പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. കാരണം നമ്മുടെ സൈക്കിളിൻ്റെ ലോക്കൊന്നും എടുത്തിട്ടില്ല. സൈക്കിൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ഊബർ വിളിച്ച് വീട്ടിൽ പോകേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ ചില സൈക്കിൾ ഉണ്ടാവില്ല. Hull point updated.